ഹായ് എവരിവൺ, എല്ലാവർക്കും റിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടെൻസസിലെ തേർഡ് വീഡിയോ ആണ്. അതായത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ സെക്ഷനിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. അതായത് നമ്മൾ പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഫ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് വീഡിയോ, ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് വീഡിയോ എന്തായാലും കാണുക. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ 2 വീക്സിൽ ഞാൻ തന്നെ റിലീസ് ചെയ്ത വീഡിയോസ് ആണ്. അപ്പം ഇതിലെന്തായാലും ചെക്ക്ഔട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതിലെ ഫസ്റ്റ് വീഡിയോ ആയ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ടെൻസിനെ കുറിച്ചിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷനും കൂടിയും തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യണം. ഇത് രണ്ടും കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ടൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഇടുന്നതാണ്. നിങ്ങൾ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഇത് മനസ്സിലായി. ഇതാണ് എൻ്റെ ടെൻസസ് ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു സ്ലൈഡാണ്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 3 ടെൻസസ് ഉണ്ട്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഇതിൽ 3 സബ് ആയിട്ടുള്ളതാണ് സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 3 സബ് കാറ്റഗറീസും എങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം, എന്താണ് അതിനുള്ള ഓരോ ടെൻസസിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് എളുപ്പത്തിൽ ഒരു സിംഗിൾ ടേബിളായിട്ട് കൊടുത്തിട്ടുള്ള സ്ലൈഡാണത്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വിത്തൗട്ട് ഫെയിൽ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ബുക്കിൽ ചെയ്തോ, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗം വരും. സ്പെസിഫിക്കലി നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണ്, നിങ്ങൾ ഈ 3 വീഡിയോ കണ്ടിട്ട് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഈ ക്ലാസ്സിന്റെ അവസാനത്തേക്ക് ഞാൻ ഒന്നും കൂടി ഈ സ്ലൈഡ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ വിതൗട്ട് ഫർദർ അഡു നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. സോ വാട്ട് ഈസ് എ ഫ്യൂച്ചർ ടെൻസ് അല്ലെ? ഫ്യൂച്ചർ ടെൻസ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ ടെൻസസ് എന്ന് പറയുന്നത് നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സമയം ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാര്യം പറയുകയാണെങ്കിൽ, അത് എപ്പോൾ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളാണ് ഈ ടെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്യൂച്ചർ ടെൻസ് ആണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ കൺവേ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പൊ ഫ്യൂച്ചർ ടെൻസസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ആൻ ഇവന്റ് വിൽ അക്കർ അറ്റ് സം പോയിന്റ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസസ് 4 ടൈപ്പ് ഉണ്ട്. പാസ്റ്റും പ്രസന്റും പോലെ തന്നെ ഫ്യൂച്ചർ ടെൻസും 4 ടൈപ്പ് ആയിട്ട്. അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിന്റെ 3 ഡെഫിനിഷൻസ് ഇതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കും, നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഡെഫിനിഷൻ അറിയണമെന്നുണ്ടെങ്കിലാണ് ഞാനിപ്പോൾ അതിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ. നമ്മൾ ഫസ്റ്റ് ഇതിലേക്കാണ് നമുക്ക് നീങ്ങാം. അപ്പൊ ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിന്റെ ഏറ്റവും ബേസിക് ഫോമാണ്. അതായത് ഈ സിമ്പിൾ ഫ്യൂച്ചറിൽ ഡിസ്ക്രൈബ്സ് ഇവന്റ്സ് ദാറ്റ് ഹാവ് നോട്ട് ഹാപ്പൻഡ് യെറ്റ്. ഓക്കെ, ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസ്ക്രൈബിങ് എൻ ഇന്റൻഡഡ് ആക്ഷൻ ഓർ എ പ്രെഡിക്ഷൻ. അതായത് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കും, കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ടിപ്പിക്കലി ഫോം ബൈ കമ്പൈനിങ് ദ വേർഡ് വിൽ ഓർ ലെസ് കോമൺലി ഷാൽ വിത്ത് ദ റൂട്ട് ഫോം ഓഫ് ദ വേർഡ്. ഓക്കെ, വില്ലും ഷാലും, അതായത് നമ്മളെ സെന്റൻസിൽ വില്ല് അല്ലെങ്കിൽ ഷാൽ എന്നുള്ള വാക്കുകൾ കൂടെ റൂട്ട് ഫോം ഓഫ് ദ വേർഡ്. റൂട്ട് ഫോം ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. റൂട്ട് ഫോം ഓഫ് ദ വേർബ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നിങ്ങളിപ്പോ ഒരു വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ വേർഡ്സ് ആണ്. ആക്ഷൻ വേർഡ്സിനാണ് നമ്മൾ വേർബ് എന്ന് പറഞ്ഞത്. ടോക്കിംഗ് അതൊരു ആക്ഷൻ ആണ്. ടോക്ക് അല്ലെ? ടോക്ക്, വോക്ക്, ഡാൻസ്, ഇതൊക്കെ വേർബ്സ് ആണ്. അപ്പൊ ഈ വേർബ്സ് തന്നെ നിങ്ങളിപ്പോ ആ വേർബിന്റെ മീനിങ് ഡിക്ഷണറിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഫോമിലാണോ ആ വേർബ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഡിക്ഷണറിയിൽ, അതിനെയാണ് നമ്മൾ റൂട്ട് ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതിന്റെ ഡെറിവേഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ ആം ടോക്കിംഗ്. പക്ഷെ ഈ ടോക്കിംഗ് എന്നുള്ളത് അതിന്റെ ഡെറിവേറ്റീവ് ആണ്. ആക്ച്വൽ റൂട്ട് വേർബ് എന്ന് പറഞ്ഞത് എന്താണ്? ടോക്ക് ആണ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ നിങ്ങൾ, മോളി വിൽ ഫിനിഷ് ഹർ ചോസ് വെൻ ഷീ ഹാസ് ടൈം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നു? വില്ല് വന്നു, ഈ ഫിനിഷ് എന്നുള്ള വേർബും വന്നു. ഓക്കെ, ഇതിന്റെ റൂട്ട് ഫോം ഓഫ് ദ വേർബ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മോളി വിൽ ഫിനിഷ് ഹർ ചോസ് വെൻ ഷീ ഹാസ് ടൈം. അതേപോലത്തെ വേറെ എക്സാമ്പിൾ നോക്കൂ, വി ഷാൽ ട്രാവൽ ടു ഫ്രാൻസ് നെക്സ്റ്റ് സമ്മർ. ഇവിടെ ഷാലും ഉണ്ട്, ട്രാവൽ എന്നൊരു വേർബിന്റെ റൂട്ട് ഫോമും ഉണ്ട്. അപ്പൊ ഈ ഷാൽ എവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഐ അല്ലെങ്കിൽ വി എന്നുള്ള
വാക്കുകൾ വരുമ്പോഴാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അന്ന പ്രൊണൗൺസ് വരുമ്പോഴാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്യുന്നത്. അത് നിർബന്ധമില്ല, ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫോർമൽ വേ ഓഫ് സ്പീക്കിംഗ്, അത്രേ ഉള്ളൂ. അത് ഒരിക്കലും കമ്പൾസറി ആയിട്ടല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ഒരു എന്താ പറയാ, ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങളെ ലാംഗ്വേജ് ഫോർമൽ ആക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ദ വേർഡ് വിൽ ഇസ് എൻ ഓക്സിലറി വെർബ് ആൻഡ് ഫിനിഷ് ഇസ് ദ റൂട്ട് വെർബ്. അതായത് ഇവിടെ ഫിനിഷ് എന്നുള്ള വാക്കാണ് റൂട്ട് വെർബ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിക്ഷണറിയിൽ എങ്ങനെയാണോ കാണുന്നത് അതാണ് റൂട്ട് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, പിന്നെ അതിൽ ഓക്സിലറി എന്ന് പറയുന്നത് വെച്ചാൽ വില്ല് എന്ന് പറയുന്നത് ഈ ടെൻസ് അല്ലെങ്കിൽ സമയം കാണിക്കാനായിട്ട് നമ്മൾ അഡീഷണലി ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഇവിടെ വിൽ. അതുകൊണ്ടാണ് അതിന് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ വേർബ് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ നമുക്ക് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി അഡീഷണൽ കമ്പോണന്റ് ആണ് വിൽ. ഓക്കെ, ടുഗദർ ദേ എക്സ്പ്ലെയിൻ ദാറ്റ് മോളി ഇന്റൻസ് ടു ഡു ഹർ ചോർസ് ലേറ്റർ. മനസ്സിലായില്ലേ? അതായത് മോളി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വില്ലും ഈ റൂട്ട് ഫോം ഓഫ് ദ വേർബ് ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഓക്കെ, മോളി ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് സിമ്പിൾ ടെൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ഫോം ഓഫ് ഫ്യൂച്ചർ ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ. നെക്സ്റ്റ്, ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്ക് നമുക്ക് പോകാം. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡിസ്ക്രൈബ്സ് എൻ ആക്ടിവിറ്റി ദാറ്റ് വിൽ എക്സ്റ്റെൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഭാവിയിൽ കുറച്ച് കാലത്തേക്ക് നടക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അതായത് ഇപ്പൊ മോളി വിൽ ഫിനിഷ് ഹർ ചോർസ് എന്ന് പറയുന്നത് എന്താണ്? മോളി ഭാവിയിൽ അവളുടെ ചോർസ് കംപ്ലീറ്റ് ചെയ്യും അല്ലെ. പക്ഷെ ഈ കണ്ടിന്യൂസിൽ എന്താ സംഭവിച്ച, ഭാവിയിൽ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം വരെ നടക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് മാച്ച് അല്ലെ ഫുട്ബോൾ മാച്ച് ഭാവിയിൽ പറ്റി സംസാരിക്കുമ്പോൾ അത് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ ദിവസങ്ങളോളം നീണ്ടു പോവാം. ക്രിക്കറ്റ് ടെസ്റ്റ് മാച്ച് ആണെങ്കിൽ, അതുപോലെ ഫുട്ബോൾ മാച്ച് ആണെങ്കിൽ 1.5 മണിക്കൂറോളം നീണ്ടു പോവാം. അപ്പൊ അതൊരു എന്താ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഡ്യൂറേഷൻ ആണ്. ഓക്കെ, അപ്പൊ എക്സ്റ്റെൻഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആൻഡ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഇറ്റ് ഇസ് ഫോം ബൈ കമ്പൈനിങ് ദ ഫ്രേസ് വിൽ ബി എന്നുള്ള വാക്കുണ്ടാവും. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ വില്ലാണ്, ഇവിടെ വിൽ ബി ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വേർബ് എന്താണോ അതിന്റെ കൂടെ ING ആഡ് ചെയ്യുമ്പോഴാണ് അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവും. അതായത് ഇപ്പം വർക്ക് ആണെങ്കിൽ അതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് വർക്കിംഗ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഐ വിൽ ബി വർക്കിംഗ് ഓൾ ആഫ്റ്റർനൂൺ. അതായത് ഞാൻ ഈ ഉച്ച മൊത്തം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പം അയാൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് ജോലി ചെയ്യും, ഐ വിൽ വർക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വർക്ക് ചെയ്യും. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ ഉച്ച മൊത്തം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അതൊരു ഫ്യൂച്ചറിൽ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഇൻ ദ സെന്റൻസ് ദ വെർബ് ടെൻസ് ഇസ് യൂസ്ഡ് ടു സേ ദാറ്റ് ഐ പ്ലാൻ ടു വർക്ക് ഫോർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടെൻസസ് സബ്ജക്റ്റീവ് ആണ്. അതായത് ഓരോരുത്തരും ഒരേ രീതിയിലല്ല, എല്ലാ സിറ്റുവേഷനിലും ഒരേ രീതിയിലല്ല നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ ടെൻസസിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങളോട് ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് ടെൻസസ്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇതിലിപ്പം നമ്മൾ കോമൺ ആയിട്ട് ഒരാൾക്ക് നമ്മൾ ഐ വിൽ വർക്ക് ഇൻ ദി ആഫ്റ്റർനൂൺ എന്ന് നമ്മൾ പറയുള്ളൂ. പക്ഷെ ഞാൻ അഥവാ ഐ വിൽ ബി വർക്കിംഗ് ഓൾ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ആ ഉച്ച മൊത്തം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അതാണ് ഉദ്ദേശം. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് പല രീതിയിലും ഒരേ സെന്റൻസ്, ഒരേ ആക്ഷൻ, ഒരേ ആക്ടിവിറ്റി നമുക്ക് പല രീതിയിലും പറയാം. പക്ഷെ അത് കേൾക്കുന്ന ആള് എങ്ങനെയാണ് നമ്മൾ കൺസീവ് ചെയ്യേണ്ടത് ആ രീതിയിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് മൂന്നാമത്തെ ഫ്യൂച്ചർ ടെൻസിലേക്ക് പോവാം. അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ പെർഫെക്റ്റ് എന്നുള്ള വാക്ക് ടെൻസസിൽ വരുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടൈം അല്ലെങ്കിൽ വേറൊരു ആക്ടിവിറ്റിയുടെ റിലേറ്റഡ് ആയിരിക്കും. അതായത് രണ്ട് ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഡിസ്ക്രൈബ്സ് an upcoming action in relation to another event farther in the future. അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ അല്ലെ ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ അതും കഴിഞ്ഞ് അതിനും ശേഷം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന വേറെ ഒരു കാര്യമായിട്ട് നമ്മൾ റിലേഷനിൽ സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ അത് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് ഫോം ബൈ കമ്പൈനിങ് ദ ഫ്രേസ് വിൽ ഹാവ് വിത്ത് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്തത്, ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ സെന്റൻസിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വാക്ക് ആണെങ്കിൽ അതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്തായിരുന്നു? വാക്കിംഗ് ആയിരുന്നു അല്ലെ. പക്ഷെ അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുമ്പോൾ അതിന്റെ പാസ്റ്റ് ഫോം ആണ്, അതായത് ഇ ഡി, വാക്ഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ വിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഫോർ എക്സാമ്പിൾ, ബൈ ടുമോറോ ആഫ്റ്റർനൂൺ ഒലിവിയ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹർ റിപ്പോർട്ട്. അപ്പൊ കണ്ടോ, ഇവിടെ വിൽ ഹാവ് എന്നുള്ളൊരു ഹെൽപ്പിംഗ് ഫ്രേസ് നമ്മൾ ആഡ് ചെയ്തു അല്ലെ. അതിന്റെ കൂടെ എന്ത് ചെയ്തു? ഇവിടെ ഫിനിഷ് എന്നുള്ളതാണ് നമ്മളെ വേർബ് അല്ലെ, നമ്മളെ ആക്ഷൻ വേർഡ് എന്താണ്? ഫിനിഷ്. അതിന്റെ കൂടെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഈ ഡി കൂടി ആഡ് ചെയ്തു. അപ്പൊ എന്തായി? ഒലിവിയ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹർ റിപ്പോർട്ട്. അപ്പൊ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കണം, കണ്ടോ, ഇത് ടുമോറോ ആഫ്റ്റർനൂൺ എന്നുള്ള റിലേഷനും കൂടി നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നമ്മൾ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ഉള്ളിൽ ഒലിവിയ അവളുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഈ സെന്റൻസിന്റെ ഉദ്ദേശം. അപ്പൊ എന്തായി? നമുക്ക് ഒരു സെക്കൻഡ് ഒബ്ജക്റ്റീവും കൂടി വന്നു, സെക്കൻഡ് ഒരു ആക്ടിവിറ്റിയും കൂടി വന്നു. എന്താണ്? ഒരു റിലേഷൻഷിപ്പ് വന്നു. നാളെ ഉച്ചയ്ക്കുള്ളിൽ ഒലിവിയ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ റിപ്പോർട്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒലിവിയ വിൽ ഹാവ് കംപ്ലീറ്റഡ് ഹെർ റിപ്പോർട്ട് അല്ല, നാളെ ഉച്ചയ്ക്കുള്ളിൽ അവിടെ ഒരു ടൈം റിലേഷൻ വന്നു. ഓക്കെ, അവിടെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ സെന്റൻസ് ദ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ടു സേ ദാറ്റ് ഒലിവിയാസ് റിപ്പോർട്ട് ഇസ് ഇൻകംപ്ലീറ്റ് റൈറ്റ് നൗ ബട്ട് വിൽ ബി ഫിനിഷ്ഡ് ബൈ ടുമോറോ ആഫ്റ്റർനൂൺ. അതായത് ഒലിവിയ ഇപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെ, പക്ഷെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിരിക്കും. അതാണ് ഈ സെന്റൻസിന്റെ ഉദ്ദേശം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഫ്യൂച്ചർ ടെൻസ് എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു പെർഫെക്റ്റ് എന്നുള്ള വാക്ക് വരും, അതിലൊരു ടൈം റിലേഷൻ, അതിലൊരു വേർബ് റിലേഷൻ, ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് വരികയാണ്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് വരുന്നത് തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മുടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഞാൻ ഗ്രമാറ്റിക്കലി ആട്ടോ അല്ല സോറി നമ്മൾ മനസ്സിലാക്കുന്ന കോണ്ടെക്സ്ച്വലി ആണ് ഈ ഡിഫറൻസ് പറയുന്നത്. ഗ്രമാറ്റിക്കലി എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എന്തായിരിക്കും വെച്ചാൽ നമ്മൾ ആ ആക്ടിവിറ്റിയിലാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. അതായത് നാളെ ഉച്ചയ്ക്കുള്ളിൽ ഒലിവിയ അവളുടെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആ ഒലിവിയ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പം നമ്മൾ ആ ഈ റിലേഷൻഷിപ്പിൽ ഉദ്ദേശിക്കുന്ന ഈ ടൈമിനെയാണ് നമ്മൾ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിസ്ക്രൈബ്സ് an action that will extend over a period of time and will be performed in relation to another future event. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടിന്യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ പെർഫെക്റ്റും കൂടി വരുമ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു ദീർഘനേരം നടക്കാൻ ചാൻസ് ഉള്ള ഒരു ആക്ടിവിറ്റി വിത്ത് റിലേഷൻഷിപ്പ് ടു അനദർ ടൈം ഓർ വിത്ത് റിലേഷൻഷിപ്പ് ടു അനദർ ആക്ടിവിറ്റി. ഓക്കെ, ഇതിന്റെ ഗ്രാമാറ്റിക്കലി നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാ? കമ്പൈനിങ് ദ ഫ്രേസ് വിൽ ഹാവ് ബീൻ. ഓക്കെ, ഇപ്പൊ പാസ്റ്റ് പെർഫെക്റ്റില് അല്ല സോറി ഫ്യൂച്ചർ പെർഫെക്റ്റില് നമ്മൾ വിൽ ഹാവ് ആണ്, ഇതിന്റെ കൂടെ ഒരു ബീൻ കൂടി ഉണ്ടാവും. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി വിൽ ബി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ വിൽ ഹാവ് ബീൻ എന്നാവും. അതിന്റെ കൂടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു റൂട്ട് ഫോം ഓഫ് ദ വേർബിന്റെ ING ഫോമിനാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ when the show ends Molly will have been watching TV for 3 hours. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വേർബിന്റെ അതിന്റെ വേറൊരു ആക്ടിവിറ്റിയുടെ റിലേഷനിൽ വേറൊരു ടൈമായിട്ട് റിലേഷനിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്താ പറയുന്നത്? when the show ends അല്ലെ, അതിന്റെ അർത്ഥം എന്താ? ഈ ഷോ ഇപ്പം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അത് ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുന്ന സമയത്ത് ഓക്കെ മോളി TV കാണാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂർ ആയിരിക്കും അല്ലെ, അതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ എന്തായി? ഫ്യൂച്ചറിൽ ഈ ഷോ കഴിയുമ്പോൾ അപ്പം മോളി ഈ TV കാണാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂർ ആവും അല്ലെ, ഫ്യൂച്ചറിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? വിൽ ഹാവ് ബീൻ എന്നുള്ളത് കൊണ്ട് വാച്ച് ആണ് നമ്മളെ വേർബ് അല്ലെ, വാച്ചിന്റെ കൂടെ അതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോക്കസിന്റെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ
ഞാൻ പറഞ്ഞു ഫ്യൂച്ചർ പെർഫെക്റ്റിനെ അപേക്ഷിച്ച് ടൈമിന് കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കും. അതാണ് ഇവിടെ ഈ 3 hours സ്പെസിഫിക്കലി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റിനെ അപേക്ഷിച്ച് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ടൈം കുറച്ചുകൂടി നമ്മൾ സ്ട്രെസ് ചെയ്യും. നമ്മുടെ ടൈം അവിടെ റെലവെന്റ് ആണ്. ഓക്കെ, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ ടൈം റെലവെന്റ് ആണ്. This sentence uses the future perfect continuous tense to say that in the future, Molly will be watching TV for 3 hours when the show ends, which will also happen in the future. അതാ ഞാൻ പറഞ്ഞ TV ഷോ കഴിഞ്ഞിട്ടില്ല, അതും ഭാവിയിലേ കഴിയുള്ളൂ. By using the future perfect continuous tense, the sentence also implies that Molly may still continue to watch TV even when the show is over. Okay, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സെന്റൻസിലൂടെ നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞാലും മോളി TV കാണുന്നത് നിർത്തുന്നത് നമ്മൾ പറയുന്നില്ല. അതിനുശേഷവും ഷീ മേ കണ്ടിന്യൂ. അതുകൊണ്ടാണ് അവിടെ കണ്ടിന്യൂസ് വരുന്നത്, ING വരുന്നത്. മനസ്സിലായോ? നമ്മൾ പറയാണ് ഭാവിയിൽ അവൾ ഒരു ദീർഘനേരത്തേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചീറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ടെൻസ് എന്തായിരുന്നു? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അതിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? റൂട്ട് ഫോം ഓഫ് ദ വെർബിന്റെ കൂടെ മുമ്പ് ഒരു ഓക്സിലറി വെർബായിട്ട് ഒരു വില്ല് ഉണ്ടാവും. വി ഷാൽ ട്രാവൽ ടു ഫ്രാൻസ് നെക്സ്റ്റ് സമ്മർ. ഞാൻ പറഞ്ഞു ഷാല് വരുന്നത് ഒന്നെങ്കിൽ ഐ അല്ലെങ്കിൽ ബി എന്നുള്ള പ്രോണൗൺസ് യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലെ? അപ്പൊ ഇതിൽ കണ്ടോ, ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്താണ്? ഷാൽ ട്രാവൽ, വിൽ ഡാൻസ്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞ ചീറ്റ് ഷീറ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നത്. സെക്കൻഡ് എന്തായിരുന്നു? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അതിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി എന്നുള്ള ഒരു ഓക്സിലറി വേർബിന്റെ കൂടെ നമ്മളെ വേർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, അതായത് ING ഫോം. അതായത് ഐ വിൽ ബി വർക്കിംഗ് ഓൾ ആഫ്റ്റർനൂൺ, വിൽ ബി ഡാൻസിങ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. പിന്നെ മൂന്നാമത്തത് എന്തായിരുന്നു? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, അല്ലെ? ബൈ ടുമോറോ ആഫ്റ്റർനൂൺ ഒലിവിയ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ റിപ്പോർട്ട്. അതായത് വിൽ ഹാവ് എന്നുള്ളൊരു ഓക്സിലറി വേർബും അതിന്റെ കൂടെ നമ്മളെ വേർബായ ഫിനിഷിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ടാവും. അതായത് ഫിനിഷ്ഡ് എന്നുള്ളത് ഉണ്ടാവും. അപ്പൊ എന്തായി? വിൽ ഹാവ് ഡാൻസ്ഡ്, അല്ലെ? അപ്പൊ എന്തായി? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയി. ആൻഡ് ഫൈനലി വെൻ ദ ഷോ എൻഡ്സ് മോളി വിൽ ഹാവ് ബീൻ വാച്ചിങ് TV ഫോർ 3 hours. നമ്മൾ പറഞ്ഞു വിൽ ഹാവ് ബീൻ എന്നുണ്ടാവും, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബും ഉണ്ടാവും. വിൽ ഹാവ് ബീൻ വാച്ചിങ്. ആൻഡ് ആസ് ഐ സെഡ് ഏർലിയർ, നമ്മളെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ടൈമിന് വളരെ ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ് ആണ്. വിൽ ഹാവ് ബീൻ ഡാൻസിങ് ഫോർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മൾ ടെൻസസിന്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഫ്യൂച്ചർ ടെൻസിന്റെ ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ ഈ മോളിൽ കാണിച്ചിരിക്കുന്ന ബാക്കി ടെൻസസിന്റെ ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് വേണം, തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 വീഡിയോ തീർച്ചയായിട്ടും വാച്ച് ചെയ്യണം. അത് ഞാൻ വേണമെങ്കിൽ മുകളിൽ നമ്മൾ ആഡ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞത് ഞാനൊരു 10 മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ കാണിക്കും, അതിന്റെ 4 ഓപ്ഷൻസ് കാണിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് ഒരു 5 സെക്കൻഡ്സ് നിങ്ങളായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടുമെന്ന്. അതിനുശേഷം നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൊണ്ട് ആൻസർ വന്നതെന്നും കൂടി നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ജെന്യുവൻ ആയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്തായാലും ജെന്യുവൻ ആയിട്ട് ചെയ്യാം. കുറെ ആൾക്കാർ ചെയ്യില്ല എന്ന് എനിക്കറിയാം. യെസ്, ഞാൻ നിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. കുറെ ആൾക്കാർ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ജെന്യുവൻ ആയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തുക. ട്രൈ ടു സീ ഇഫ് യു ക്യാൻ ഡു ഇറ്റ്. കാരണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് നമ്മൾ എവിടെയാണ് നമുക്ക് സെറ്റ് ബാക്ക് ഉള്ളത്, എവിടെയാണ് നമുക്ക് ഡ്രോബാക്സ് ഉള്ളത്, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജെന്യുവൻ ആയിട്ട് തന്നെ ഈ എക്സസൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കറക്റ്റ്ലി യൂസസ് ദ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്? അല്ലെ, നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ എന്താണ് പറഞ്ഞത്? വിൽ ഓർ ഷാൽ എന്നുള്ളൊരു ഓക്സിലറി വേർബിന്റെ കൂടെ നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ റൂട്ട് ഫോം ഓഫ് ദ വേർബ് ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഒരു 5 സെക്കൻഡ് ഈ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക, പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പൊ ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ, അപ്പൊ എന്തായാലും ING ഫോം ഓഫ് ദ വേർബ്സ് ഉള്ള ഓപ്ഷൻസ് എന്തായാലും വരില്ല. അങ്ങനെ നമുക്കിത് പ്രോസസ് ഓഫ് എലിമിനേഷനിലൂടെ നമുക്ക് ഒഴിവാക്കാം, അല്ലെ? അപ്പൊ ഇതിൽ എന്താ? ഷീ വിൽ ബി ഗോയിങ്. ഇവിടെ വേർബ് എന്താണ്? ഗോ ആണ്. അപ്പൊ എന്തായാലും ഈ ഓപ്ഷൻ അല്ല. ഷീ ഈസ് ഗോ ടു ദ മാർക്കറ്റ് ടുമോറോ. അപ്പൊ അതും എന്തായാലും എന്താ? ഷീ ഗോസ് ടു ദ മാർക്കറ്റ് ടുമോറോ, അല്ലെ? അപ്പൊ നമ്മൾ വില്ല് എന്നുള്ള ഒരു ഓക്സിലറി വേർബ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഓപ്ഷൻ ഡി അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് ഷീ വിൽ
will എന്നുള്ള വാക്ക് വന്നു, റൂട്ട് ഫോം ദ വേർബും വന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് എ ഫ്യൂച്ചർ ഇവന്റ് അല്ലെ. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which of the following sentences uses the future continuous tense? അല്ലെ, അപ്പൊ ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ എന്തൊക്കെ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ആ ചീറ്റ് ഷീറ്റിൽ നിന്ന് മനസ്സിൽ റെഫർ ചെയ്യുക. അപ്പൊ എന്ത് പറ്റും, ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ വിൽ ബി എന്നുള്ളൊരു ഓക്സിലറി വേർബ് ഉണ്ടാവും, അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ വേർബ് ഗോ ആണെങ്കിൽ ഗോയിങ് ING ഉണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ING വേർബ് ഫോം ഇല്ലാത്ത എല്ലാം നമുക്ക് എടുത്തു കളയാം. അപ്പൊ എന്തായാലും ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡിയും അല്ല അല്ലെ. ഇനി ഈ രണ്ടെണ്ണത്തിലും ING ഉണ്ട്, വിൽ ബി ഫിനിഷിംഗ് ഉണ്ട്, ഗോയിങ്ങും ഉണ്ട്. ഇനി നമ്മൾ എന്താണ്, നമ്മൾ സെക്കൻഡ് ഇത് എന്തായിരുന്നു, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തായിരുന്നു, വിൽ ബി എന്നുള്ള ഓക്സിലറി വേർബ് മുന്നിലുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ? എ ആണ്. ദേ വിൽ ബി ഫിനിഷിംഗ് ദ പ്രോജക്ട് ടുമോറോ. ഓക്കെ, മൂവിംഗ് ഓൺ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, ഐഡന്റിഫൈ ദ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അല്ലെ. ഫ്യൂച്ചർ പെർഫെക്റ്റ് നിങ്ങൾ മനസ്സിലാലോചിച്ചൊക്കെ എന്തൊക്കെയാണുള്ളത്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ എന്തുണ്ടാവും, നമ്മൾ പറഞ്ഞു രണ്ട് ആക്ടിവിറ്റി ഇൻ റിലേഷൻ അല്ലെ, ഒരു ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എ ടൈം ഉണ്ടാവും അല്ലെ. പിന്നെ എന്താവും, വിൽ ഹാവ് എന്നുള്ളൊരു സാധനം നമ്മളെ വേർബിന്റെ മുന്നിലുണ്ടാവും. ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ആയിരിക്കും അല്ലെ. ഗോ ആണെങ്കിൽ ഗോയിങ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, ഗോൺ ആണ് ഉണ്ടാവുക അല്ലെ. നമ്മൾ ഓപ്ഷൻസ് നോക്കിയേ, ഇതെല്ലാത്തിലും ബൈ 10 PM. അപ്പൊ ഒരു ടൈം റെഫറൻസ് വന്നു. ഓക്കെ, അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് സെക്കൻഡ് എന്തായിരുന്നു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താ, ഈ ING വരുന്ന രണ്ടെണ്ണം നമുക്ക് ഒഴിവാക്കാം. ഇത് രണ്ടിലും ING വരുന്നുണ്ട്. സെക്കൻഡ് എന്താണ് നമ്മൾ പറഞ്ഞത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ആയിരിക്കും, അതിന്റെ കൂടെ വേറെ എന്തുണ്ടാവും, വിൽ ഹാവ് എന്നുള്ളൊരു സാധനം കൂടി ഉണ്ടാവും അല്ലെ. നമ്മളെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബൈ 10 PM ഒരു ടൈം റെഫറൻസ് വന്നു. They will have finished his, he will have finished his homework. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question 4, complete the sentence. At this time tomorrow we dash the presentation അല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ, ഞാൻ ഇംഗ്ലീഷ് എടുത്ത എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ സെന്റൻസ് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലൊരു ധാരണ ഉണ്ടാവും അല്ലെ. നിങ്ങൾ അതൊന്ന് വിഷ്വലൈസ് ചെയ്ത്, ബൈ ദിസ് ടൈം ടുമോറോ, നാളെ ഈ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തുണ്ടാവും, പ്രസന്റേഷൻ ഡാഷ് അല്ലെ. അപ്പോ രണ്ട് രീതിയിലാവാം അല്ലെ. ഒന്നെങ്കിൽ നാളെ സമയമാകുമ്പോൾ നമ്മളെ പ്രസന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നാളെ സമയമാകുമ്പോൾ നമ്മൾ പ്രസന്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഈ സെന്റൻസിന് പോവാം. അപ്പോഴാണ് നമ്മൾ ഓപ്ഷൻസ് നോക്കുക. അറ്റ് ദിസ് ടൈം ടുമോറോ വി ഡാഷ് ദ പ്രസന്റേഷൻ, വി ഗേവ് അല്ല അല്ലെ. ആ ഉദ്ദേശം ഫ്യൂച്ചർ ടെൻസിലാവുമ്പോൾ അവിടെ എന്തായിരുന്നു, വി വിൽ ഹാവ് ഗിവൺ അല്ലെ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കണം. വിൽ ഹാവ് ഗിവൺ എന്നാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താ, വി ആർ ഗോയിങ് ടു ഗിവ് ദ പ്രസന്റേഷൻ അല്ല, നാളെ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇല്ലല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമില്ല, നമുക്ക് മനസ്സിലാവും കറക്റ്റ് അല്ല. പിന്നെന്താണ്, വിൽ ഗിവിങ്, അത് പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, അറ്റ് ദിസ് ടൈം ടുമോറോ വി വിൽ ഗിവിങ് ദ പ്രസന്റേഷൻ ഇല്ല. അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ, അതിന്റെ വിൽ ബി ഗിവിങ് ആണ്. ഓക്കെ, അതായത് നാളെ ഈ സമയത്ത് നമ്മൾ പ്രസന്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ കോണ്ടെക്സ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ സെന്റൻസ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ തോന്നണം ഇത് രണ്ട് രീതിയിലാവാം ഈ സെന്റൻസിന് യൂസേജ്. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ. കോണ്ടെക്സ്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ടെൻസസ് ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോന് മുന്നേ പറഞ്ഞു, ടെൻസസ് എന്നുള്ളൊരു ടൂൾ എന്തിനാണ്, നിങ്ങളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അത് എപ്പോൾ സംഭവിച്ചു എന്നുള്ളത് ഒരു ക്ലിയർ ഐഡന്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സെന്റൻസ് കറക്റ്റ്ലി യൂസസ് ദ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ എന്തായിരിക്കും, എന്തൊക്കെ ഉണ്ടാവും, വിൽ ഓർ ഷാൽ ഹാവ് ബിൻ ഉണ്ടാവും, അതിന്റെ കൂടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ഉണ്ടാവും അല്ലെ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ING ഫോം എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും നമ്മളെ ഫസ്റ്റ് ഇതല്ല, ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ എന്തായിരുന്നു, വിൽ ഹാവ് ബിൻ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താ, CU അല്ല, DU അല്ല. ഓക്കെ,
കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ബൈ നെക്സ്റ്റ് ഇയർ. ഞാൻ പറഞ്ഞല്ലോ ടൈം റെഫറൻസ് വന്നു, അപ്പൊ അത് പെർഫെക്റ്റ് ആയി. ലാസ്റ്റ് 5 ഇയേഴ്സ് വന്നു, അപ്പൊ എന്തായി? പെർഫെക്റ്റ് കണ്ടിന്യൂസും ആയി. പിന്നെന്താ അതിന്റെ ഗ്രാമാറ്റിക്കലി നമ്മൾ നോക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താ? വിൽ ഹാവ് ബീനും ഉണ്ട്, സ്റ്റഡിങ് ഉണ്ട്. ഓക്കെ, വിൽ ഹാവ് ബീൻ സ്റ്റഡി ഫോർ 5 ഇയേഴ്സ്. അപ്പൊ ഇറ്റ്സ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. Question 6. Complete the sentence. I dash my decision by the time you arrive. ഇതും ഞാൻ നേരത്തെ ഇട്ട പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. അതായത് കോണ്ടെക്സ്റ്റ് നോക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഡാഷ് ഒരു തീരുമാനം എടുക്കും നിങ്ങൾ വരുന്നതിന് മുന്നേ. ഓക്കെ, അപ്പൊ ഇത് രണ്ട് രീതിയിൽ പോവാം. ഒന്നെങ്കിൽ നിങ്ങൾ എത്തുന്നതിന് മുന്നേ ഞാനൊരു ഡിസിഷനിൽ എത്തിയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ഒരു എന്തായി? ഒരു പെർഫെക്റ്റ് ടെൻസിലേക്ക് വന്നു. മനസ്സിലായല്ലേ? നാളെ നിങ്ങൾ വരുന്നതിന് മുന്നേ ഞാനൊരു തീരുമാനം എടുത്തിരിക്കും. ഓക്കെ, അപ്പം ആ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അത് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്താവാം? നാളെ നിങ്ങൾ എത്തുന്ന സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാവാം, അല്ലെ? ഒരു കണ്ടിന്യൂസ് ടെൻസിൽ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കൂ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഐ വിൽ മേക്ക് മൈ ഡിസിഷൻ ബൈ ദ ടൈം യു അറൈവ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരേ സെന്റൻസ് പല രീതിയിലും ഉപയോഗിക്കാം, അല്ലെ? പിന്നെ ഓപ്ഷൻ എന്താ? ഐ വിൽ മേക്കിംഗ് മൈ ഡിസിഷൻ. അതെന്തായാലും അല്ല, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തെറ്റാണ്. ഐ ആം ഗോയിങ് ടു മേക്ക് മൈ ഡിസിഷൻ ബൈ ദ ടൈം യു അറൈവ്. ഓക്കെ, അതും നമുക്ക് കേൾക്കുമ്പോൾ കറക്റ്റായി തോന്നാം, ഐ ആം ഗോയിങ് ടു മേക്ക് എ ഡിസിഷൻ. പക്ഷെ എന്താണ് ഇവിടെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ നോക്കുന്നത്. കാരണം ഇത് ബൈ ദ ടൈം യു അറൈവ്, അതൊരു ഫ്യൂച്ചറിലൊരു ഇവന്റ് ആണ്. അപ്പൊ എന്തായാലും ഫ്യൂച്ചർ ടെൻസിൽ എന്താവും? വില്ല് എന്നുള്ളൊരു വാക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഓപ്ഷൻ ഇതുമല്ല, ഓപ്ഷൻ ഇതുമല്ല. പിന്നെ ഈ രണ്ടെണ്ണത്തില് വിൽ ഹാവ് മെയ്ഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരാൾ നിങ്ങളോട് പറയണം നാളെ നിങ്ങൾ എത്തുന്ന സമയത്തിനുള്ളിൽ ഞാനൊരു തീരുമാനം എടുത്തിരിക്കും. ഓക്കെ, വിൽ ഹാവ് മെയ്ഡ്, അത് തീരുമാനം എടുത്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതായത് ഇവിടെ രണ്ട് ആക്ടിവിറ്റി ഉണ്ട്, തീരുമാനം എടുക്കലും നിങ്ങൾ വരലും. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് ആക്ടിവിറ്റി നമ്മൾ റിലേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാളോട് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയാ? നിങ്ങൾ വന്ന സമയത്ത് വരുന്നതിന് മുന്നേ ഞാനൊരു തീരുമാനത്തിൽ എത്തിയിരിക്കും, അല്ലെ? ഐ വിൽ ഹാവ് മെയ്ഡ് എന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞു, നിങ്ങൾ എത്തുന്ന സമയം കൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതാണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്പെഷ്യലി നിങ്ങൾ ടെൻസസ് ഡിസ്കസ് ചെയ്യുമ്പോൾ. കറക്റ്റ് ആൻസർ ഐ വിൽ ഹാവ് മെയ്ഡ് മൈ ഡിസിഷൻ, അതായത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. വിൽ ഹാവ് ഉണ്ട്, പിന്നെ ഈ മേക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ മെയ്ഡും ഉണ്ട്. ഓക്കെ, 7th question. What is the future tense of the following sentence? He dash, verb എന്താണ്? ഫിനിഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. He dash his work before we reach the office, അല്ലേ? അപ്പൊ എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്തായിരിക്കും ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്? നമ്മൾ നാളെ ഓഫീസിൽ എത്തുന്നതിന് മുന്നേ അവൻ പണി ഡാഷ്, അല്ലെ? അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുക? എപ്പോഴും മിക്കവാറും നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ ഈ സെന്റൻസ് കേൾക്കുമ്പോൾ എന്തായിരിക്കും? വിൽ ഹാവ് ഫിനിഷ്ഡ്, അല്ലെ? അയാൾ നമ്മൾ എത്തുന്നതിന്റെ സമയത്തിനുള്ളിൽ പണി തീർത്തിട്ടുണ്ടാവും, അപ്പൊ തീർത്തിരിക്കും, അല്ലെ? അപ്പൊ കോണ്ടെക്സ്റ്റ് ആണ്. എന്തായാലും ഫിനിഷസ് അല്ല, എന്തായാലും ഇസ് ഫിനിഷിങ്ങും അല്ല. നമ്മൾ നാളെ എത്തുന്ന നേരം കൊണ്ട് അയാൾ ഇത് തീർത്തുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ പറയില്ലല്ലോ. അപ്പൊ അത് വേറൊരു വാക്ക്, വേറൊരു വേർബ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആയേക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരേ ആക്ടിവിറ്റി, ഒരേ ഉദ്ദേശം പല ടെൻസും പല വേർബും വെച്ച് കൺവേ ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ കൊടുത്ത എക്സാമ്പിൾ അവർ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഫിനിഷ് എന്നുള്ള വേർബ് തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് ഓപ്ഷൻ ആണ് ബാക്കിയുള്ളത്. വിൽ ഹാവ് ഫിനിഷ്ഡ്, വിൽ ഫിനിഷ്. ഇത് ഡിറ്റോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ പോലെ തന്നെയാണ്. അപ്പൊ വിൽ ഫിനിഷും കറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, വിൽ ഹാവ് ഫിനിഷ്ഡും നമുക്ക് പറയാം. പക്ഷെ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഓഫീസിൽ എത്തുന്നതിന് മുന്നേ അയാൾ ആ പണി തീർത്തിട്ട് ഉണ്ടാവും, അല്ലെ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഫുള്ളി കംപ്ലീറ്റ് ഉണ്ടാവും. അപ്പൊ എന്താണ് നമ്മൾ ആൻസർ? വിൽ ഹാവ് ഫിനിഷ്ഡ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. വിൽ ഹാവ് ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് നമ്മളെ വേർബും ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ, ക്വസ്റ്റ്യൻ 8. Which sentence uses the future continuous tense correctly? അല്ലെ, ഈ കൊടുത്ത സെന്റൻസസിൽ ഏതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ING ഫോം ഓഫ് ദ വേർബ് എന്തായാലും ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ING ഫോം ഇല്ലാത്തതുണ്ടോ?
ഇത് രണ്ടെണ്ണത്തിലും ING ഫോം ഇല്ല. അപ്പൊ നമ്മൾ കണ്ടിന്യൂസിനെ പറ്റി പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് വിൽ ബി ഡാഷ് അല്ലെ, വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദ വേർബാണ് നമ്മൾ കറക്റ്റ് ആൻസർ പറയാം. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? വിൽ ബി അറ്റൻഡിങ് ദ സെമിനാർ നെക്സ്റ്റ് അല്ലെ. വിൽ ബിയും ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ING ഫോം ഓഫ് ദ വേർബും ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഇൻ ദ ഫോളോയിങ് ഓപ്ഷൻ അല്ലെ. ഇത് കൊടുത്തതിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്, കണ്ടിന്യൂസ് അല്ല. അപ്പൊ നമുക്ക് ING ഉള്ളത് എന്തായാലും എടുത്തു കളയാം. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും, അതായത് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും ഈ രണ്ട് ഓപ്ഷൻസും അല്ല, കാരണം ഇവിടെ ലോഞ്ച് ആണ് കൊടുത്തേക്കുന്നത്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? A ആണ്. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ദേ വിൽ ഹാവ് എന്നുള്ളത് കൊണ്ട് കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ഉണ്ട്, ലോഞ്ച്ഡ് അല്ലെ, ലോഞ്ച്ഡിനുള്ള വാക്കും ഉണ്ടാവും. ഓക്കെ, മൂവിങ് ഓൺ. ഫൈനൽ ക്വസ്റ്റ്യൻ, complete the sentence. At 5 p.m. tomorrow, they dash in the library for the meeting. അല്ലേ, ഇതും നേരത്തെ പോലെ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കറക്റ്റ് ആയി തോന്നാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Complete the sentence. At 5 p.m. tomorrow, they dash in the library for the meeting. അപ്പൊ എന്താവാം, they gathered ആവും അല്ലേ, പക്ഷെ gathered എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ എന്തായാലും ഇത് സിമ്പിൾ ഇതാണ് ഗ്യാദർ എന്നുള്ളത്, അത് വില്ലൊന്നും കൊടുത്തിട്ടില്ല അല്ലെ. നമ്മുടെ ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ, എന്നാലും വില്ല് എന്നുള്ളൊരു വാക്കുണ്ട്, അത് സിമ്പിൾ പ്രസന്റ് പോലെ. അപ്പൊ ഗ്യാദറും അല്ല. ഈ രണ്ട് ഓപ്ഷൻസിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. അറ്റ് 5 p.m. tomorrow they will gather in the library for the meeting. കേൾക്കുമ്പോൾ കറക്റ്റ് ആയി തോന്നാം. they will be gathering in the library for the meeting, അതും കറക്റ്റ് ആയി തോന്നാം. അപ്പൊ ഞാൻ പറഞ്ഞു ബാക്ക് അഗൈൻ, ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയും, കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, നാളെ 5 മണിക്ക് അവർ ലൈബ്രറിയിൽ മീറ്റിങ്ങിന് വേണ്ടി ഒത്തുചേരും അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 5 മണിക്ക് നിങ്ങൾ നാളെ 5 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാണുക, നിങ്ങൾ അവർ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. നാളെ 5 മണിക്ക് നിങ്ങൾ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ അവര് ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾ കാണുക അല്ലെ, കോണ്ടെക്സ്റ്റ്. അപ്പൊ എന്തായിരിക്കും, ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ING, ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി, എല്ലാവരും ഒത്തുചേരണ്ടേ, അത് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒത്തുചേരൂലല്ലോ, ഒത്തുചേരണം. ഇറ്റ്സ് എക്സ്റ്റെൻഡഡ് ഡ്യൂറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ? വിൽ ബി ഗ്യാദർ. ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിൽ നടക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, അറ്റ് 5 p.m. tomorrow they will be gathering in the library for the meeting. ഞാൻ പറഞ്ഞു കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം അതെന്താണ് ആ സെന്റൻസ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മൾ എക്സസൈസ്. നിങ്ങൾ ഏതായാലും ഇത്രയും നേരം ഇരുന്നത് കൊണ്ട് എനിക്ക് 2 മിനിറ്റ് കൂടി തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിറ്റ്സിന്റെ 2025 ക്ലീ എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാമ്പ്യൻസ് ബാച്ച് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ജനുവരി. നമുക്ക് ഓൾറെഡി ഇപ്പൊ ഒരു പയനിയേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബാച്ച് ഓൾറെഡി അവരുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് റൗണ്ട് ബാച്ച് ആയിട്ടുള്ള ഇൻടേക്കിൽ നമ്മൾ ചാമ്പ്യൻസ് ബാച്ചിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 75 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, 75 സെക്ഷൻ വൈസ് മോക്ക് ടെസ്റ്റ്, 300+ സബ്ജക്ട് വൈസ് പ്രാക്ടീസ് പേപ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, ഇതിൽ ഡെയിലി നിങ്ങൾക്ക് GK പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാവും, ഡെയിലി എഡിറ്റോറിയൽസ് വിത്ത് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആക്സസ് ടു റിറ്റ്സിന്റെ ക്രാഷ് കോഴ്സും ഇതിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആകെ 8,000 rupees ആണ്. നിങ്ങൾക്ക് എവിടെ മാർക്കറ്റിൽ അന്വേഷിച്ചാലും മനസ്സിലായത് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വാല്യൂ, ഈ ഒരു 8,000 rupees കൊണ്ട് കിട്ടുന്ന ഒരു വാല്യൂ കംപ്ലീറ്റ്ലി ഞാൻ ഗ്യാരണ്ടി ചെയ്യാം അൺമാച്ച്ഡ് ആയിരിക്കും. വേറെ ഒരു കോച്ചിങ് സെന്ററിൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഇത്രയും വാല്യൂ പാക്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് എക്സ്പീരിയൻസ് കിട്ടില്ല. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിന് സപ്ലിമെന്ററി ആയിട്ട് നമ്മൾ റിറ്റ്സിന്റെ 2025 ക്ലീ എക്സാമിന് വേണ്ടിയിട്ടുള്ള ബുക്കും ഗൈഡും ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് ലോ എൻട്രൻസ് ബുക്സ് ആയിരുന്നു നമ്മുടെ റിറ്റ്സിന്റെ 2024 ക്ലീ ബുക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പം 2025 വേണ്ടിയിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് ബുക്കും റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ആമസോണിൽ നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ നേരത്തെ കൊടുത്ത സ്ലൈഡിലുള്ള
നിങ്ങളെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നമ്മുടെ നമ്പർ, ഫോൺ നമ്പർ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഓഫ് ദ ടെൻസസ് സീരീസ്. നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്തത്. പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിൽ 3-ൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ആ ചീറ്റ് ഷീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ എവിടെയും നോട്ട് ഡൗൺ ചെയ്ത് അത് വെച്ചിട്ട് നിങ്ങൾ ടെൻസസ് പഠിക്കുക. പിന്നെ ഡോണ്ട് ഫോർഗെറ്റ്, തീർച്ചയായും റിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ വിത്ത് എനിബഡി ഹൂ വിൽ ബി ബെനിഫിഷ്യൽ. ആൻഡ് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു വക്കീലാവാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. Okay, so thank you and have a great day.